ക്രിസ്തുവിന് 41 വർഷം മുമ്പാണ് റോമൻ സാമ്രാജ്യം ബ്രിട്ടൻ കീഴടക്കുന്നത്. ആ സമയത്താണ് ഇവിടെ ഒരു പട്ടണം രൂപപ്പെടുന്നത്. തേംസ് നദിയുടെ ഇരുകരയിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നഗരം കച്ചവടത്തിന് വളരെ അനുയോജ്യമായ ഒരു നഗരമായിരുന്നു. 1066 വില്യം ദി കോൺകറർ ഈ നഗരം പിടിയിലാക്കി. പിന്നീട് അങ്ങോട്ട് മെഡീവൽ കാലഘട്ടം, വിക്ടോറിയൻ കാലഘട്ടം, വ്യവസായ വിപ്ലവം എന്നിവയെല്ലാം ഈ നഗരം സാക്ഷ്യം വഹിച്ചു. 1940 ലോകമഹായുദ്ധത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട ഈ സിറ്റി പിന്നീട് ഉയർത്തെഴുന്നേറ്റത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ, ഏറ്റവും പവർഫുള്ളായ ഒരു സിറ്റി ആയിട്ടാണ്. London, it's just not a city, it's an experience. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ UK യാത്രയുടെ ആദ്യത്തെ ദിനം. അപ്പം ഞങ്ങൾ രാവിലെ 7 മണിയോടുകൂടെ തന്നെ കെമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ഈ കാണുന്നത് ടെർമിനൽ 2 ആണ്. ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടെർമിനൽ 2ൻ്റെ വെയിറ്റിംഗ് ഏരിയയിലെത്തി. നിങ്ങൾ ഈ കാണുന്നത് ടെർമിനൽ 2 ആണ്. അത് ഈ ഇടയ്ക്ക് പണി കഴിപ്പിച്ചതാണ്. ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് കൊണ്ട് പണിതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ എയർപോർട്ട് ടെർമിനൽ കൂടിയാണ് ഇത്. അങ്ങനെ രാവിലെ ഞങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ചെറുതായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് എത്തിഹാദാണ്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗേറ്റിൽ. അപ്പോൾ അബുദാബി വഴി ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ലണ്ടനിൽ 4 ദിവസം, പിന്നെ മാഞ്ചസ്റ്റർ, പിന്നെ സ്കോട്ട്ലൻഡ്, പിന്നെ കാംബ്രിഡ്ജ്, എന്നിട്ട് തിരിച്ച് ലണ്ടനിൽ വന്നിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് വരാമെന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. മാത്രമല്ല ഇത് നമ്മളൊരു 12 ദിവസത്തെ പ്ലാനാണ് മൊത്തത്തിൽ. ടൈറ്റ് ബഡ്ജറ്റാണ്, കാരണം ഓൾറെഡി കാശൊക്കെ തീർന്നപ്പോൾ ഓരോ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ടാസ്ക് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 10 മണിക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ്. ഏകദേശം അവിടുത്തെ അബുദാബി ടൈം 12:30 ചെല്ലും. പിന്നെ അവിടെ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് 2 മണിക്കാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ലണ്ടനിലെത്തുമ്പോൾ ലണ്ടൻ ടൈം 6:30, 6:45 ആവും. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം ജേണിയാണ്, യാത്രയായിരിക്കും. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ എത്തിഹാദല്ല, നമ്മുടെ ആദ്യത്തെ കാരിയർ ആകാശ എയറാണ്. അബുദാബിയിൽ നിന്ന് എത്തിഹാദായിരിക്കും. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത്. ഏകദേശം 3.5 hour അബുദാബിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം 1:30 അബുദാബിയിലെത്തും. അങ്ങനെ കോ ട്രാവലർ, കോ പാസഞ്ചർ, ഗീതാഞ്ജലി പങ്കജ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാൻഡ്വിച്ച്. വെജ് സാൻഡ്വിച്ചാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. അങ്ങനെ 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ട്രാൻസിറ്റ് ഏരിയ അല്ലെങ്കിൽ ടെർമിനൽ ഏരിയ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വളരെ വലുതാണ്. മാത്രമല്ല ഒരുപാട് ഷോപ്സ് ഉണ്ട് ട്രാൻസിറ്റ് ടെർമിനലിൽ. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട വിമാനം, എയർബസ് A380. എത്തിഹാദിന് ഇതുപോലത്തെ 7 A380 ആണുള്ളത്.
നമ്മൾ കയറിയിരിക്കുന്ന ഫ്ലൈറ്റ് A380 ആണ്, എയർബസ് 380. 2 നിലയായിട്ടുള്ള ഫ്ലൈറ്റാണ്, ഒരുപാട് സീറ്റ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം 3rd കമ്പാർട്ട്മെൻറ്റ് പോലത്തെ ട്രെയിൻ പോലെയാണ്, 3rd കമ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് കൊള്ളാം, അതിൽ TVയും മറ്റേ സെറ്റപ്പൊക്കെ ഉണ്ട്. കുറച്ച് മലയാള സിനിമ ഉണ്ട്. അപ്പോൾ എന്തായാലും 7 മണിക്കൂറുണ്ട്, കുറച്ച് സമയം കളയാൻ വേണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി എടുക്കുന്നത്. ആക്ച്വലി 2 മണിക്ക് എടുക്കേണ്ടതായിരുന്നു, ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ് വണ്ടി. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഫുഡ് വന്നു. അതായത് ഒരു ചിക്കൻ കറിയും പിന്നെ റൈസുമാണ് മെയിൻ ഡിഷ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരത്തിന് ശേഷം നമുക്കൊരു ബ്ലാക്ക് ടീയും ഒരു പിസ്സ സ്ലൈസും തന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിതിൽ മറ്റുള്ള പാസഞ്ചേഴ്സായിട്ട് ഊന കളിക്കാമെന്ന് മനസ്സിലായത്. ഞാനങ്ങനെ ഊന കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളേ ഉള്ളൂ റിയൽ പ്ലെയർ, ഇത് ഞാനാണ്. അങ്ങനെ 7 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലണ്ടൻ നഗരത്തിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലണ്ടൻ്റെ ഐക്കോണിക്കായിട്ടുള്ള പല സ്ഥലങ്ങളും അല്ലെങ്കിൽ പല കെട്ടിടങ്ങളും എനിക്ക് വിൻഡോയിലൂടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഏകദേശം 12 മണിക്കൂർ യാത്രയ്ക്ക് 14 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ലണ്ടൻ ഹീത്രോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഇപ്പോൾ സമയം 7:30 പക്ഷേ ഇവിടെ എപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സമ്മർ ആയതുകൊണ്ട് എപ്പോഴും സണ്ണിയാണ്. അങ്ങനെ ഞങ്ങൾ ഹീത്രോയിൽ ഇറങ്ങി അവിടുത്തെ എലിസബത്ത് ലൈനിൽ കയറിയിട്ട് സെൻട്രൽ ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഫീസിബിളായിട്ടുള്ള ഓപ്ഷൻ. ഊബറൊക്കെ ഏകദേശം £100 പറയണത്, 70 pound 100 pound. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും ചീപ്പാണ്. അങ്ങനെ ഏകദേശം 9:30 ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങളുടെ റൂമിലെത്തി. ഒരു ചെറിയ റൂമാണ്, സെൻട്രൽ ലണ്ടനിലായതുകൊണ്ട് തന്നെ വളരെ റേറ്റാണ് അവിടെ ഹോട്ടലിനൊക്കെ. അപ്പോൾ ഈ ഹോട്ടലിൽ അത്യാവശ്യം കിച്ചൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, നമുക്ക് ചെറുതായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു.
ഒരുപാട് നേരം യാത്ര ചെയ്ത് വന്നതുകൊണ്ടും ക്ഷീണമുള്ളതുകൊണ്ടും നാളെ ഒരുപാട് കാര്യം എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ടും ഞങ്ങൾ നേരത്തെ തന്നെ പോയി കിടന്നുറങ്ങി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലണ്ടനിൽ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ മൊത്തം യാത്രയായിരുന്നു. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഏകദേശം ഇവിടുത്തെ സമയം 9 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 10 മണിക്കാണ് നമ്മൾ ബോർഡ് ചെയ്തത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ബാംഗ്ലൂർ ടൈം അല്ലെങ്കിൽ ഇന്ത്യൻ ടൈം ഏകദേശം 12-1 മണിയായി. അപ്പോൾ അത്രയും നേരത്തെ യാത്രയുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ആ യാത്രയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ നമ്മുടെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ UK അല്ലെങ്കിൽ ലണ്ടൻ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലണ്ടനിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ നമ്മളിപ്പോൾ ഇത് ഹോട്ടലിലാണ്. ഇവിടെ സമയം ഏകദേശം 8 മണിയാണ്. ഇപ്പോൾ 8 മണിയാണെങ്കിൽ കൂടെ ഇവിടെ ഇപ്പോൾ സമ്മറിൽ 4 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കും. അപ്പോൾ ഓൾറെഡി ഒരു ഉച്ചയായ പ്രതീതിയാണ് ഇവിടെ ഏകദേശം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തൽക്കാലം പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റായിട്ട്. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസും അത്ര വയബിളായിട്ടുള്ളതല്ല, നമുക്ക് ഇന്ത്യൻ ഫുഡല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ നമ്മുടെ ഹോട്ടലിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി MTRൻ്റെ ഒരു റെഡി ടു ഈറ്റ് പോഹ കൊണ്ടുവന്നായിരുന്നു. അതിൽ നമ്മളിതൊരു ചൂടുവെള്ളം ഒഴിച്ച് വച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് ഡെയിലി ബഡ്ജറ്റ് 70 പൗണ്ട്സാണ് മാക്സിമം. 70 പൗണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊരു 7500-8000 രൂപയായി. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാനും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലായിടത്തും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ലഞ്ച് എന്തായാലും പുറത്തുനിന്നേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ട്രാൻസ്പോർട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടായിരിക്കും മിക്കവാറും എടുക്കുന്നത്. ഊബറൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഫീസിബിൾ അല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നാലാണ് നമുക്ക് ആ സ്ട്രിക്റ്റ് ബഡ്ജറ്റിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോഹ ഉണ്ടാക്കി. പിന്നെ നമുക്കിവിടെ ഒരു ക്യാപ്പച്ചിനോ മെഷീൻ ഉണ്ട്, അതിൽ നമുക്കൊരു ക്യാപ്പച്ചിനോ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിനി പുറത്തിറങ്ങി കാഴ്ചകൾ കാണാൻ പോകാൻ. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം. അങ്ങനെ അടിപൊളി കോഫി ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പോഹയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങളിപ്പോൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി എങ്ങനെ പോകേണ്ടതെന്ന് തീരുമാനിച്ചു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റ്, എഡ്ജ്വെയർ റോഡ്. ഇവിടെ ഒരുപാട് മിഡിൽ ഈസ്റ്റേൺ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പോണത് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ നമുക്ക് ആദ്യം ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. മെട്രോയിൽ നിന്ന് ആണ് നമ്മൾ ഏത് ലൈനാണ്? സർക്കിൾ ലൈൻ കയറിയിട്ട് വേണം നമുക്ക് പറഞ്ഞ വിക്ടോറിയ സൗത്ത് കെൻസിംഗ്ടണിലാണ് ഞങ്ങൾ ഇറങ്ങണം. കെൻസിംഗ്ടൺ. ഏകദേശം 9 മണിയായുള്ളൂ, പക്ഷേ കോൾഡ് ക്ലൈമറ്റാണ്. ഇതാണ് ലണ്ടൻ ഫേമസ് ബസ്, റെഡ് ബസ്. ഇതിൽ നമുക്കൊരു തവണ കയറണം. ഇതാണ് നമ്മുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ, എഡ്ജ്വെയർ റോഡ് സ്റ്റേഷൻ. ഇതാണ് ലണ്ടൻ ട്യൂബ് സ്റ്റേഷൻ, സൗത്ത് കെൻസിംഗ്ടൺ.
ഇവിടെ നിന്നാണ് നമ്മുടെ പാലസ് അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്കൊക്കെ ഏറ്റവും അടുത്തുള്ള മെട്രോ അല്ല, ട്യൂബ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇത്തിരി എളുപ്പമല്ല മെട്രോയിൽ എവിടെ എത്തണം എന്നറിയാൻ. ഇച്ചിരി ഡിഫിക്കൽട്ടാണ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ. അപ്പോൾ സിറ്റി മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മാറി കയറണം. ഒരുപാട് ലൈൻസ് ഉണ്ട് ഇവിടെ, മൊത്തം കൺഫ്യൂസിങ് ആണ്. പക്ഷേ ആ സിറ്റി മാപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയും എവിടെ ഇറങ്ങണം, എവിടെ കയറണം. ഇപ്പം നമ്മളുള്ളത് സൗത്ത് കെനിങ്സ്റ്റണിലാണ്. ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ക്രൗഡ് മൊത്തം ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളവരാണ്. മാത്രമല്ല ഇത് വളരെ ക്ലീനുമാണ്. ഈ ഏരിയ മൊത്തത്തിൽ കമ്പയർഡ് ടു അതർ പ്ലേസസ് വളരെ ക്ലീനാണ്. ഒരുപാട് കഫേസ് ഉണ്ട്, മ്യൂസിയംസ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 മ്യൂസിയംസാണുള്ളത്. ഒന്ന് ആൽബർട്ട ഹാളും വിക്ടോറിയ ആൻഡ് ആൽബർട്ട് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഇത് ലണ്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിയം തന്നെയാണ്. പക്ഷേ അവിടെ കുറച്ച് തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് നമ്മളവിടെ പോകുന്നില്ല. അങ്ങനെ ഈ മ്യൂസിയത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കൂടുതലും പല പല സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ ഒരുപാട് വസ്തുക്കളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പണ്ട് നമ്മൾ കോയിനിൽ പേപ്പർ വെച്ചിട്ട് ഇംപ്രഷൻ എടുക്കാറില്ല, പെൻസിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എംബ്ലത്തിൻ്റെ ഇംപ്രഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവരോട് പേപ്പർ വെച്ചിട്ടുണ്ട്, പെൻസിൽ വെച്ചിട്ടുണ്ട്. നമുക്കതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. ഇതാണ് ഗീതു വരച്ച ഇംപ്രഷൻ. മൈക്കലാഞ്ചലോയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഡേവിഡ് എന്ന സ്കൾപ്ചറാണത്. ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പേര് കൂട്ടം കൂടിയിരുന്നൊരു പ്രതിമയുടെയോ മറ്റു പടം വരയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതുപോലെയുള്ള മ്യൂസിയത്തിൽ. പിന്നെ ഈ കാണുന്ന എല്ലാ പ്രതിമകളും ആക്ച്വലി കാസ്റ്റഡ് ആണ്. അതിൻ്റെ ഒറിജിനലിനെ വെച്ച് കാസ്റ്റ് ചെയ്തെടുത്ത് പിന്നീട് പുനർനിർമ്മിച്ചതാണ് ഈ കാണുന്ന പ്രതിമകളെല്ലാം. ആ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട്. ഷോപ്പിൽ ഒരുപാട് പോസ്റ്റ് കാർഡ്സും പോസ്റ്റേഴ്സും പെയിൻറ്റിങ്സും പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ച് കൊണ്ടുപോകുന്നതാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട്, എങ്കിലും എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി മേടിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ആ മ്യൂസിയത്തെ അൽപ്പെടുത്തിയ മറ്റൊരു കാര്യം അവിടുത്തെ നടരാജൻ്റെ വിഗ്രഹവും പിന്നെ 1600 ഇന്ത്യൻ മാപ്പിൽ കാലിക്കറ്റ് മാത്രം സൗത്ത് ഇന്ത്യയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഷോളയുടെ ഒരു പോസ്റ്റർ കാണാൻ കഴിയും. അവനെപ്പറ്റി പറയുന്നത് 1975 ഭയങ്കര ഹിറ്റായതുകൊണ്ട്
അന്ന് ഇവിടുത്തെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി UK റിലീസ് ചെയ്ത പോസ്റ്ററാണ് ഇത്. വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ്. ഇത് ലണ്ടനിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അതും പല സ്ഥലത്തുനിന്ന് കണ്ടു കിട്ടി. അതായത് പ്രീ ഹിസ്റ്റോറിക്, അതായത് മെഡീവിയൽ ടൈം, അതുപോലെ തന്നെ റെനൈസൻസ് ടൈം, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ കൊറിയ, ഈ സൗത്ത് ഏഷ്യ, യൂറോപ്പ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത പല പല വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഒരു 2 അവർ കൊണ്ട് നമുക്ക് കവർ ചെയ്ത് തീർക്കാവുന്ന ഒരു മ്യൂസിയമാണ്. മാത്രമല്ല ഇവിടെ എൻട്രി ഫ്രീ ആണ്. അതിനുശേഷം ഞങ്ങൾ പോയത് പ്രശസ്തമായ ബക്കിംഗ്ഹാം പാലസിലേക്കാണ്. നമ്മൾ വിക്ടോറിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകുന്നത്. അത് ഏത് വഴിയാണെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി പോകുന്നത് പ്രശസ്തമായ ബക്കിംഗ്ഹാം പാലസ് കാണാനാണ്. വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് വാക്കുണ്ട് ബക്കിംഗ്ഹാം പാലസിലേക്ക്. ഈ വന്ന വഴി മൊത്തം കഫേസും ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ, കോസ്മെറ്റിക്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആണ്. പഴയ ആർക്കിടെക്ചറാണ്. ഈ കാണുന്നത് ഹാരി പോട്ടറിൻ്റെ ഒരു സുവനീർ ഷോപ്പാണ്. ഇത് കണ്ടപ്പോൾ ഗീതു അകത്ത് കയറിപ്പോയി. നമ്മളിപ്പോൾ ഉള്ളത് ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ UK രാജാവ് താമസിക്കുന്ന പാലസാണ് ബക്കിംഗ്ഹാം പാലസ് എന്നറിയപ്പെടുന്നത്. ക്വീൻ വിക്ടോറിയയുടെ പ്രതിമയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ പാർക്കിലാണ്. അത് ബക്കിംഗ്ഹാം പാലസിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഈ ബക്കിംഗ്ഹാം പാലസ് 1703 പണി കഴിപ്പിച്ചത്. ക്വീൻ വിക്ടോറിയയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് മുതൽ നമ്മുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഈ ബ്രിട്ടൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ബക്കിംഗ്ഹാം പാലസ്. അപ്പം ഇവിടെ ഇപ്പോൾ സന്ദർശകർക്ക് അകത്തേക്ക് പ്രവേശനമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അത് മെയിനായിട്ട് കാണാവുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ ചുവപ്പ് ഷർട്ടും കറുത്ത തലപ്പാവും നിൽക്കുന്ന കുറച്ച് ഗാർഡ്സ് ഉണ്ട്. അവരുടെ ചേഞ്ചിങ് ഓഫ് സെറിമണി ഉണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പാകത്തിനുള്ളത്. അതല്ലാതെ ചില സമയങ്ങളിൽ അകത്തേക്ക് സന്ദർശകരെ പറഞ്ഞു വിടും ഇത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാലസ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും അകത്തേക്കൊന്നും ആരെയും വിടുന്നില്ല. ഫാമിലിയുടെ കുറച്ച് ചടങ്ങുകൾക്ക് വേണ്ടി ചില സമയത്ത് അവിടുത്തെ ബാൽക്കണിയിലൊക്കെ അവർ വരാറുണ്ട്. അതല്ല, എന്നിരുന്നാലും ഇതൊരു ലണ്ടൻ്റെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം
നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നാണ് ബക്കിംഗ്ഹാം പാലസ്. ഇപ്പം നമ്മൾ ഗ്രീൻ പാർക്കിൽ നിന്ന് വെസ്റ്റ് ബൊറോ മാർക്കറ്റിലേക്ക് പോവാണ്. ബൊറോ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വേറൊരു മെട്രോയിലേക്ക്. അതെ, അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നെ ഞങ്ങളുടെ ഒരു കസിനാണ് സൂരജ്. നമ്മുടെ ആക്ച്വലി സൂരജുകാരനാണ് നമ്മൾ ലണ്ടൻ വരെ ഉദ്ദേശിച്ചത് തന്നെ. അപ്പോൾ അവനാണ് സജസ്റ്റ് ചെയ്തത്. അവിടെ ഒരുപാട് ഫുഡ് പ്ലേസസ് ഉണ്ട്. ഷൗട്ട് ഔട്ട് ടു സൂരജ്. അപ്പോൾ അവിടെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മെട്രോ എടുത്തിട്ട് വേണം പോകാൻ. ഒറ്റ മെട്രോയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കണം എവിടെയാണ് കിങ്സ് ക്രോസ് എന്ന്. അല്ല, കിങ്സ് ക്രോസിൽ എന്തായിരുന്നു മെട്രോയുടെ പേര്? ഈ ഗ്രീൻ പാർക്ക് മെട്രോയിലാണ് കയറേണ്ടത്. എന്നിട്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അവിടെ വെച്ച് നോക്കാം. അങ്ങനെ അതിലൂടെ കുറേ നേരം ചുറ്റിക്കറ നടന്നെങ്കിലും ഒരുപാട് ഭക്ഷണങ്ങൾ കണ്ടെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് സദാ ചിക്കൻ ബർഗറും ഫ്രൈസും ഉള്ള ഒരു പ്ലേറ്റാണ് മേടിച്ചത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്ട്രോബെറി ഒരു കപ്പിലെടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് നിറയെ ഒഴിച്ചു തരുന്നൊരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണിത്. ഏകദേശം 8 പൗണ്ട് എങ്ങാണ്ടാണ് ഒരു കപ്പിൽ. നമ്മുടെ നാട്ടിൽ വെറുതെ ചാടിപ്പോകുന്ന ചക്ക 13 പൗണ്ട് 50 രൂപയ്ക്ക് കിലോ. 1300 രൂപയാണ് ഒരു കിലോയ്ക്ക്. നമ്മൾ പോകുന്ന ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ്. ഈ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുമെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ പേര് ടവർ ബ്രിഡ്ജ് എന്നാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണികഴിപ്പിച്ച ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടവർ ബ്രിഡ്ജിനടുത്താണ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ശരിക്കും വീട്ടിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി ആ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയാലേ നമുക്ക് ആക്ച്വലി ഫുൾ വ്യൂ കിട്ടുള്ളൂ. ഇതാണ് ലണ്ടൻ ന്യൂ സിറ്റി. അപ്പോൾ ഐക്കണിക് ടവർ ബ്രിഡ്ജിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അതായത് ഈ കപ്പൽ അല്ലെങ്കിൽ ബോട്ടൊക്കെ വരുമ്പോൾ ഈ 2 ഡ്രോ ബ്രിഡ്ജ് പിന്നിലേക്ക് വലിക്കുകയും ആ കപ്പലിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ്. അതിൻ്റെ ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
എന്ത് ലണ്ടൻ്റെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ടവർ ബ്രിഡ്ജ്. അപ്പോൾ ഇത് 1894 കൺസ്ട്രക്ട് ചെയ്തത്. ആക്ച്വലി രണ്ട് ബ്രിഡ്ജിന് മുകളിൽ നിൽക്കുന്ന ഒരു അതായത് 2 പില്ലർ പോലെ നിൽക്കുന്ന 2 ടവറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഇത് HMS ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലുണ്ട്, ബ്രിട്ടീഷ് റോയൽ നേവിയുടെ. ലേക്ക് തിരിച്ചു. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. Thank you so much for watching. Thank you.